സർവ്വപ്രപഞ്ചവും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വിശുദ്ധ കുർബാനയിലേക്ക് ഈ അപ്പവും വീഞ്ഞും കൊണ്ടുവരുമ്പോൾ പ്രപഞ്ചം മുഴുവൻ ഈ അൾത്താരയിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്, രക്ഷപ്പെടാൻ വേണ്ടി, രക്ഷിക്കപ്പെടാൻ വേണ്ടി. ഇപ്പോൾ ലത്തീൻ കുർബാനയിൽ ഈ അപ്പം സമർപ്പിക്കുമ്പോഴും വീഞ്ഞ് സമർപ്പിക്കുമ്പോഴും ഭൂമിയുടെയും മനുഷ്യപ്രയത്നത്തിൻ്റെയും ഫലമായ അപ്പം, ഈ വീഞ്ഞ്, അങ്ങനെയാണല്ലോ പറയുന്ന പ്രാർത്ഥന. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അതിലേക്ക് കൊണ്ടുവരുന്ന ഒരു സൂചനയാണ്. പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ ആരാധിക്കുകയാണ്. ഉദാഹരണത്തിന് സങ്കീർത്തനം 148 അത് വായിച്ചാൽ പ്രപഞ്ചം ദൈവത്തെ ആരാധിക്കുകയാണ്. അതുപോലെ ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 57 മുതൽ 90 വരെ വാക്യങ്ങളിൽ 3 യുവാക്കന്മാരുടെ കീർത്തനത്തിലും ഈ പ്രപഞ്ചം ദൈവത്തെ ആരാധിക്കുന്ന കാണാൻ പറ്റും. അതുപോലെ വെളിപാട് 5:13. ഇനി വേറൊരാശയം, ഇതിൻ്റെ എല്ലാം ഒടുവിൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? പുതിയ ആകാശവും പുതിയ ഭൂമിയും, ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. സൃഷ്ടിയും ആകാശവും പുതുതാക്കപ്പെടും, ഭൂമിയും ആകാശവും പുതിയതാക്കപ്പെടും എന്ന ആശയം. അങ്ങനെ ഈ ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ യേശുക്രിസ്തുവിലേക്ക് പുതുതായി മാറുന്ന, യേശുക്രിസ്തുവിൽ പുതിയതായി മാറുന്ന ഒരു ആശയത്തിൻ്റെ പേരാണ് കോസ്മിക് റിഡംഷൻ. അപ്പോൾ അത് സംഭവിക്കാൻ പ്രപഞ്ചം നടത്തുന്ന ആരാധനയാണ്. അല്ലെങ്കിൽ പ്രപഞ്ചത്തെ നമ്മൾ ആ ആഗ്രഹം, പ്രപഞ്ചത്തിനുള്ള ആഗ്രഹം പ്രപഞ്ചം ഏറ്റെടുക്കുന്ന, അല്ലെ പ്രപഞ്ചം ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു തലം കൂടി കുർബാനയിൽ കാണണം. ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ കാരണം, നമുക്ക് ഇന്ന് ഒത്തിരി ഇക്കോളജിയുമായി, പരിതസ്ഥിതിയുമായി, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചിന്തകളൊക്കെ ആത്മീയതയുടെ ഭാഗമായിട്ട് കാണുന്ന ഒരു കാലം കൂടിയാണല്ലോ. നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ വീണ്ടെടുപ്പ് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ വീട്, നമ്മുടെ പരിസരങ്ങൾ, അവിടെയൊക്കെ മരങ്ങൾ നട്ട് പിടിപ്പിക്കാനും മരങ്ങൾ വെട്ടി നശിപ്പിക്കാതിരിക്കാനും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇഴജന്തുക്കൾക്കും എല്ലാം പറ്റുന്ന ആവാസ വ്യവസ്ഥ നശിപ്പിക്കാതിരിക്കാനുമുള്ള ഉത്തരവാദിത്വം കൂടി കുർബാന അർപ്പിക്കുന്നവർക്കുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ഒരു പരിസ്ഥിതി ബന്ധം ഉണ്ട്, ഒരു ഇക്കോളജിക്കൽ ബോണ്ട്, ഒരു റിലേഷൻ നമ്മുടെ അൾത്താരകളിൽ നിന്ന് പ്രപഞ്ചത്തിലേക്ക് ഒരു സ്നേഹതാളം അലയടിക്കുന്നുണ്ട്, ഒരു സ്നേഹത്തിൻ്റെ ചരട് നീളുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണാതെ പോകരുത്. പ്രത്യേകിച്ച് നമ്മുടെ പരിസരങ്ങളൊക്കെ മനോഹരമായിട്ട് നല്ല ചെടികളും പൂക്കളും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് പ്രപഞ്ചത്തെ കാത്തു സൂക്ഷിക്കുന്നത് ഒരു നല്ല സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. നമുക്കുള്ള എൻവയോൺമെൻറ്റ് നന്നായിട്ട് സൂക്ഷിക്കാൻ നമ്മുടെ അൾത്താരയിലെ ബലി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നും വലിച്ചെറിയാതിരിക്കാനും, പ്ലാസ്റ്റിക് വലിച്ചെറിയാതിരിക്കാനും, അതുപോലെ തന്നെ പ്രപഞ്ചത്തിന് നാശമാകുന്നതൊന്നും ചെയ്യാതിരിക്കാനും ഒക്കെയുള്ള ഒരു ഉത്തരവാദിത്വം ഓർക്കാനും കൂടി ഈ ദിവസം കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പരിശീലിക്കേണ്ട പുണ്യം എന്ന് പറയുന്നത് മിതഭോജനമാണ്. ഭക്ഷണാസക്തി, ഭക്ഷണം ഒരു വലിയ എന്താ പറയുക, പ്രലോഭനമായിട്ട് മാറുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് നമ്മളൊരു ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിവസങ്ങളായിട്ട് തന്നെയാണ് ഇത് എടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു പുണ്യമാണ് മിതഭോജനം. ഭക്ഷണത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു പക്വമായ സമീപനം, ഭക്ഷണത്തിന് അത് അർഹിക്കുന്ന വില മാത്രം കൊടുക്കുന്ന ഒരു സമീപനം, ഭക്ഷണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കാലത്തിന് പ്രതിരോധം തീർക്കേണ്ട ആളുകളാണ് നമ്മൾ. അപ്പോൾ അതാണ് പുണ്യം. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് പാപം? അമിത ഭോജനമാണ് പാപം. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ നിയന്ത്രണം വരുത്താൻ, ഏറ്റവും ഫേവറേറ്റായ ഭക്ഷണമൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഉപേക്ഷിക്കാൻ ഒക്കെ നമുക്ക് ഒരു പാകത ആത്മീയ ജീവിതത്തിൽ വരേണ്ടതുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ പറഞ്ഞ ഒരു പ്രസംഗം ഈ അടുത്ത നാളിൽ കേട്ടു. അച്ഛൻ പറയുകയാണ്, ഒരുപാട് ദൈവമനുഷ്യരുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു പുള്ളിപ്പുലിയാണ് ഭക്ഷണാസക്തി. ബാക്കി എല്ലാ കാര്യത്തിലും അവർക്ക് നിയന്ത്രണമുണ്ട്, അവർക്ക് ലൈംഗിക വിശുദ്ധിയുണ്ട്, നല്ല പ്രാർത്ഥനാ ജീവിതമുണ്ട്, അവർക്ക് നല്ല സ്നേഹമുണ്ട്, ചാരിറ്റിയുണ്ട്. പക്ഷേ എന്തുമാത്രം ഇല്ല, ഭക്ഷണത്തിൽ നിയന്ത്രണമില്ല. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേര് ആത്മീയ ജീവിതത്തിൽ വളരാത്തതിൻ്റെ കാരണം ഭക്ഷണത്തോടുള്ള ആർത്തിയാണ് എന്ന് അച്ഛൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയായിട്ട് തോന്നി. അത് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ് നമ്മുടെ ടാസ്ക്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഇന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും ഫേവറേറ്റായിട്ട്, അതായത് ടേബിളിൽ ഇന്ന് അത് അവൈലബിൾ ആയിരിക്കും, പക്ഷേ ഇന്ന്
കർത്താവിനെ പ്രതി അത് വേണ്ടാന്ന് വെക്കാൻ പരിശ്രമിച്ചാൽ അതൊരു നല്ല പരിശീലനമായിരിക്കും. പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ, ഭക്ഷണത്തെക്കാൾ കൃപാവരം തന്ന് എന്നെ സഹായിക്കണമേ. അങ്ങനൊരു വചനമാണത്. ഭക്ഷണത്തെക്കാളധികം കൃപാവരം കൊണ്ട് നമ്മൾ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നതാണ് ഉചിതം. പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ, ഭക്ഷണത്തെക്കാൾ കൃപാവരത്തെ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന ആഗ്രഹത്തോടെ നമുക്ക് ഇന്നത്തെ ആരാധനയുടെ ആശീർവാദത്തിലേക്ക് കടക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് കർത്താവിനോട് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം വർദ്ധിക്കാൻ ആഗ്രഹിക്കാം. എഫെസോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള തിരുവചനങ്ങൾ, ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ നീളം, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വീതി, ഉയരം, ആഴം ഇത് ഗ്രഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓരോ പരിശുദ്ധ കുർബാനയിലും വരുമ്പോൾ ഞങ്ങളിലെ ദൈവസ്നേഹത്തെ വർദ്ധിപ്പിച്ച് തരണമേ. കുർബാനയിൽ ഞങ്ങൾക്ക് യേശുവിനെ ജീവനോടെ കാണാൻ ഞങ്ങളുടെ കണ്ണ് തുറന്നു തരണമേ. നീ കാണുന്നത് പോലെ നിൻ്റെ ശരീരത്തെ കാണാൻ ഞങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഓരോ കുർബാനയിലും ദൈവസ്നേഹം നിറഞ്ഞവരായി മടങ്ങിപ്പോകാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കർത്താവെ, മക്കൾ ഓരോരുത്തരെയും നീ വ്യക്തിപരമായി അനുഗ്രഹിക്കണമേ. അവരെവിടെയായിരുന്നാലും ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. മാറ്റമില്ലാത്ത നിൻ്റെ വചനം അവരിൽ ആഴത്തിലുള്ള മാറ്റങ്ങളും പരിവർത്തനങ്ങളും വരുത്തണമേ. ലോകത്തെ ഉപേക്ഷിക്കാനും പിശാചിനെ തള്ളിപ്പറയാനും പാപം വേണ്ടെന്ന് വെക്കാനും യേശുവിനെ എല്ലാ നിമിഷങ്ങളിലും ഏറ്റുപറഞ്ഞ് സ്നേഹിക്കാനും സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആശീർവാദത്തിനു വേണ്ടി ശിരസ്സുകൾ നമിക്കാം. കാരുണ്യവാനായ ദൈവം അവിടുത്തെ അനന്ത കൃപയാൽ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. ഈ ദിവ്യകാരുണ്യ വിമോചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും കർത്താവിൻ്റെ അനുഗ്രഹം കടന്നു വരട്ടെ. ലോകം അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് സാധ്യമാക്കി തരട്ടെ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സങ്കടങ്ങളിലും ഇടപെട്ട് നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലെ ദൈവസ്നേഹം വർദ്ധിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുകയും സാക്ഷ്യം നൽകുന്നൊരു ജീവിതം ഉണ്ടാവുകയും ചെയ്യട്ടെ. യേശുവിൻ്റെ വിലയേറിയ ശരീരത്തിൻ്റെ അനന്ത യോഗ്യതകളാൽ തന്നെ ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.